കൊടും വനത്താൽ തിങ്ങി നിറഞ്ഞ ഗ്രാമമായിരുന്നു കുമാരഗിരി മലനിരകൾ. ആ ഗ്രാമത്തിൽ വളരെ കാലങ്ങളായി അടച്ചിട്ടിരിക്കുന്ന ഒരു വീടുണ്ട്. 10 വർഷമായി ആ വീട്ടിൽ ആരും തന്നെ താമസിച്ചിരുന്നില്ല. കാരണം അവൾ ഉറപ്പായും വരുമെന്ന് ആ ഗ്രാമവാസികൾ വിശ്വസിച്ചിരുന്നു. 2003 ഒരു 19 വയസ്സുകാരിയുമായി രക്ഷിതാക്കൾ ആ വീട്ടിൽ വാടകയ്ക്കെത്തി. പകൽ സമയം എല്ലാം സാധാരണ രീതിയിൽ കടന്നുപോയി. എന്നാൽ 12 മണിയായി കാണും. ഉറക്കത്തിൽ തൻ്റെ കട്ടിലിൽ കൂടെ ആരോ കിടക്കുന്നതായും തനിക്ക് ചുറ്റും ആരോ നടക്കുന്നതായും അവൾക്ക് തോന്നി. പെട്ടെന്ന് ഇറുക്കിയടച്ച കണ്ണുകൾ തുറന്നപ്പോൾ അവൾ കണ്ടത് വെളുത്ത വസ്ത്രം ധരിച്ച് തല തറയിലേക്ക് തിരിച്ചു വെച്ച് കവിളിലൂടെ ഒലിച്ചു വീഴുന്ന രക്തമുഖമുള്ള ഒരാൾ നിലത്തിരുന്ന് ചിരിക്കുന്നു. പക്ഷേ അയാൾക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നില്ല. പകരം അയാളുടെ കണ്ണുകൾ തറയിൽ വീണു കിടക്കുന്നതുമായിരുന്നു ആ കാഴ്ച. 15 വർഷം മുന്നേ ആ വീട്ടിൽ ഒരാൾ തൻ്റെ സ്വന്തം കുഞ്ഞിനെ ശവമാക്കുകയും ഭാര്യയെ കൊലപ്പെടുത്തി അയാൾ തൂങ്ങി മരിക്കുകയും ചെയ്തിരുന്നു പോലും. അതിനുശേഷമുള്ള രാത്രികളിൽ താനെ ഓണാവുന്ന ഒരു റേഡിയോ ശബ്ദവും ഒരു കുഞ്ഞ് വിതുമ്പിക്കരയുന്ന ശബ്ദവും പതിവായി. ആ വീട്ടിലേക്കായിരുന്നു 19 വയസ്സുകാരി സ്മിത എത്തിയത്. സ്മിതയുടെ അവസാന രാത്രി അവളുടെ മൊബൈൽ ഫോണിൽ അവസാനമായി റെക്കോർഡ് ചെയ്തത് ഇങ്ങനെയായിരുന്നു: അവൾ എന്നെ വിളിക്കുന്നു, അവളുടെ ലോകത്തേക്ക് എന്നെ ക്ഷണിക്കുന്നു. അന്നു മുതൽ സ്മിതയെ കാണാതായി. നിങ്ങൾ ആരെങ്കിലും അവളുടെ ഈ കഥ രാത്രി കേൾക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, ഇപ്പോൾ നിങ്ങളുടെ റൂമിൽ നിങ്ങൾ മാത്രമല്ല, അവൾ നിങ്ങളെ കാണുന്നു. ഉറങ്ങാതെ കിടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വാതിലിന് പുറകിലും കട്ടിലിനടിയിലും ആരോ നേർത്ത സ്വരത്തിൽ ചിരിക്കുന്നു. ഉറപ്പായും അവൾ വരും. ശുഭരാത്രി.